ഡയാലിസിസ് ചികിത്സ മൂലം സാമ്പത്തികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമാവുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ സെന്റർ ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഓഗസ്റ്റ് 21 പ്രവർത്തനം ആരംഭിക്കും. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ജാതിമത ഭേദമന്യേ വൃക്കരോഗങ്ങളും ഡയാലിസിസ് ചികിത്സയും മൂലം സാമ്പത്തികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമാവുക എന്ന ലക്ഷ്യത്തോടെ പട്ടാമ്പി ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഓഗസ്റ്റ് 21 മുതൽ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടരുത് എന്ന ലക്ഷ്യമാണ് പീസ് ഹോം ഫൗണ്ടേഷന്. കൂടാതെ ഗുണനിലവാരമുള്ള ഡയാലിസിസ് ഉറപ്പാക്കുക, നിർധനരായ രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യ ഡയാലിസിസ് നൽകുക, ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ, സൗജന്യ പരിശോധനാ ക്യാമ്പുകൾ എന്നിവയാണ് പീസ് ഹോം ലക്ഷ്യം വെക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതൊരു സാധാരണ ഡയാലിസിസ് സെൻറ്റർ മാത്രമല്ല, ഇതൊരു കിഡ്നി കെയർ സ്ഥാപനമാണ്. എന്നുവെച്ചാൽ കിഡ്നിയുടെ സമഗ്രമായ ഈ സാധാരണ ഡയാലിസിസ് സെൻറ്ററിൽ സൂക്കേട് വന്നാൽ അവിടെ പോയിട്ട് ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെ ഒരു എംഫസിസ് സൂക്കേട് വരാതിരിക്കാനുള്ള, സൂക്കേട് തടയാനുള്ള എല്ലാ മാർഗങ്ങളും കഴിയുന്നു സ്വീകരിക്കാം. പ്രത്യേകിച്ച് അപ്പോൾ അവർക്ക് മുജി പറഞ്ഞ മാതിരി രോഗം നിർണ്ണയിക്കാനും ഒരു നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊരു പ്രധാന പരിപാടിയാണ്. ഞങ്ങൾക്ക് ഭാവിയിൽ ലൈഫ് കെയർ എന്ന് പറയാൻ കാരണം പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ എന്ന് പറയാൻ കാരണം ഞങ്ങൾ ഭാവിയിൽ 1-2 പ്രവർത്തനങ്ങളും കൂട്ടിയിട്ട് ഇതിനെ വികസിപ്പിക്കാനുള്ള പരിപാടിയുണ്ട്. അതായത് ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ മാതിരി ഫിസിക്കലി ന്യൂറോളജിക്കലി ഹാൻഡിക്യാപ്റ്റുള്ള കുട്ടികളുണ്ട്. കുറേ അധികം നമ്മളുടെ പഞ്ചായത്തിനും ചുറ്റുമൊക്കെ കുറേ അധികം ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അധികമുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട പരിപാലനവും ട്രീറ്റ്മെൻറ്റും കൊടുക്കാനുള്ള ഒരു സമ്മതം മിക്കവാറും ഇപ്പോൾ OP ആയിട്ടാണ് നമ്മൾ എൻവിഷൻ ചെയ്യുന്നത്. ഓഗസ്റ്റ് 21 വൈകുന്നേരം 4 കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പീസ് ഹോം ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രിമാരായ N. ഷംസുദ്ദീൻ, K. തുളസി, MP-മാരായ V.K. ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, K. രാധാകൃഷ്ണൻ, കൂടാതെ പാണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, MLA-മാരായ മുഹമ്മദ് മുഹസിൻ, V.T. ബൽറാം, P. മമ്മിക്കുട്ടി, രമേശ് പിഷാരടി എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. ഓങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഈ 21-ാം തീയതി വെള്ളിയാഴ്ച 5 മണിക്ക് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവറുകൾ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗ ഡയാലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പാവപ്പെട്ട നിർധനരായ ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കാനുള്ള 10 ഡയാലിസിസ് മെഷീനുകൾ ആധുനിക സൗകര്യത്തോടു കൂടി സ്ഥാപിച്ചാണ് ഇതിൻ്റെ തുടക്കത്തിൽ 1-ാം ഘട്ടത്തിൽ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ യൂണിറ്റും കിഡ്നി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്താനും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള രോഗപ്രതിരോധ യൂണിറ്റിനും അവിടെ തുടക്കമാവുന്നുണ്ട്. വിശാലമായ ഭൗതിക സൗകര്യമാണ് നമ്മുടെ ബഹുമാന്യനായ KP ഉമ്മർ ഹാജി സംഭാവനയായി തന്ന 2 ഏക്കർ സ്ഥലത്ത് 16,000-ഓളം വരുന്ന സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായൊരു ബിൽഡിങ്ങിൽ ആധുനിക സൗകര്യത്തോടു കൂടെയാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ആരംഭിക്കുന്ന പീസ് ഹോമിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ 10 ഡയാലിസിസ് മെഷീനുകളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കിഡ്നി രോഗങ്ങൾ തുടക്കത്തിൽ കണ്ടെത്താനും അതിന്റെ വ്യാപനം തടയാനും കിഡ്നി രോഗ പ്രതിരോധ യൂണിറ്റിനാണ് തുടക്കം കുറിക്കുന്നത്. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ KP ഉമ്മർ ഹാജി സംഭാവനയായി നൽകിയ 2 ഏക്കർ സ്ഥലത്ത് 14,000 സ്ക്വയർ ഫീറ്റിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഓങ്ങല്ലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും നന്മയുള്ള മനുഷ്യരുടെ സഹായത്താൽ ഏകദേശം 3 കോടി രൂപയിലധികം ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സൗജന്യ OP പരിശോധനയും പീസ് ഹോമിൽ
ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഫൗണ്ടർ KP ഉമ്മർ ഹാജി, പ്രസിഡന്റ് V ആലിക്കുട്ടി ഹാജി, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹംസ പറമ്പിൽ, ജനറൽ സെക്രട്ടറി ഷാനവാസ് പറമ്പിൽ, ട്രഷറർ നാസർ കൊടാക്കടത്ത്, വൈസ് പ്രസിഡന്റ് EK സലീം, ജോയിന്റ് സെക്രട്ടറി KM മുജീബുദ്ദീൻ എന്നിവർ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.